അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. अनुग्रह से भरे इस अवसर के लिए प्रभु को धन्यवाद देता हूँ। കർത്താവിന്റെ ദാസൻ കുടുംബത്തിലുണ്ടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം നിങ്ങൾക്ക് അറിയിക്കുന്നു. प्रभु के दास को उनके परिवार को आए हुए प्रत्येक भाई बहनों को प्रभु यीशु मसीह के नाम से अभिवादन देते हैं। സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. और आनंद और खुशी के साथ हाथ उठा के प्रभु को धन्यवाद स्तुति दे। थैंक यू लॉर्ड। ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. लूका रचित सुसमाचार उसका 22वां अध्याय 19 और 20वां वचन पढ़े। फिर उसने रोटी ली और धन्यवाद करके तोड़ी और उनको यह कहते हुए दी, यह मेरी देह है जो तुम्हारे लिए दी जाती है, मेरे स्मरण के लिए यही किया करो। इसी रीति से उसने भोजन के बाद कटोरा भी यह कहते हुए दिया, यह कटोरा मेरे उस लहू में जो तुम्हारे लिए बहाया जाता है नई वाचा है। പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, വായിച്ച വചനത്തിനായി സ്തോത്രം. കൃത്യമായി പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ, തിരുമേശ്വര ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഒരുക്കണമേ, കൃപ കുളിരിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. ശുശ്രൂഷകളികളെ ബലപ്പെടുത്താൻ കേൾക്കുന്ന ജനത്തിനും ശുശ്രൂഷകളികൾക്ക് അനുകൂലമായി വിടുതലായി പരിഗണിക്കുവാൻ ഇതിന്റെ ആത്മാവ് ഞങ്ങൾ കുളിരിക്കണമേ. പ്രാർത്ഥിക്കേണ്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മൾ വിശുദ്ധ തിരുമേശ്വര ശുശ്രൂഷയിലേക്ക് നമ്മൾ പോവുകയാണ്. और हम पवित्र मेज की ओर बढ़ते हैं। വളരെ ഒരുക്കത്തോടെ, ഭയത്തോടെ, വളരെ സീരിയസ് ആയിട്ട് വിശുദ്ധിയോടുകൂടി വേണം നമ്മൾ ഇതിന്റെ ഭാഗവാക്കാവുക. और डर और भय के साथ, पवित्रता के साथ हम जो है पवित्र मेज में सहभागी हुए। പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമുക്ക് ഭയം, ദൈവ ഭയം ഉണ്ടായിരിക്കണം, हमारे जीवन में परमेश्वर का भय होना जरूरी है, ഒരുക്കം ഉണ്ടായിരിക്കണം, तैयारी होना जरूरी है। പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുപോലെ നമ്മൾ അതിനെ ശോധന ചെയ്യണം. उसी प्रकार हम अपने आप को जांचना चाहिए। പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വേണം നമ്മൾ തിരുമേശയിൽ ഭാഗവാക്കാവുക. और उसके बाद जो है पवित्र मेज में सहभागी हुए। നമ്മൾ വണ്ടി ഓടിക്കുന്നവരാണ്, और हम जो है गाड़ी चलाते हैं, ബൈക്ക് ഓടിക്കുന്നവരുണ്ട്. और यहाँ पे बाइक चलाने वाले भी हैं। എന്തെങ്കിലും കേടുണ്ടെങ്കിൽ यदि कुछ गड़बड़ हो जाए ആ വണ്ടി പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല, तो फिर वो गाड़ी जो है आगे नहीं बढ़ सकता, പെട്ടെന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടേ കയറ്റും. फिर उसे जो है गैराज में ले जाना पड़ता है। ആ വർക്ക്ഷോപ്പിലുള്ള ആളോട് പറയും, വണ്ടിയിൽ എന്താ കേട് നോക്കുക, നന്നാക്കാൻ പറയും. और गैरेज में जाके हम पूछते हैं वहां पर मैकेनिक को कि इसमें क्या जो है गड़बड़ी है। എന്തെങ്കിലുമൊക്കെ സ്പെയർ പാർട്സ് മാറ്റണമെങ്കിൽ അദ്ദേഹം മാറ്റും. यदि कोई स्पेयर पार्ट्स जो है बदलना है तो उसे हम बदलते हैं। Praise the Lord. Praise the Lord. കാരണം വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല, क्योंकि गाड़ी जो है हम आगे चला के नहीं ले जा सकते, അതുകൊണ്ടാണ് റിപ്പയർ ചെയ്യുന്നത്. इसलिए जो है गाड़ी को रिपेयर करते हैं। Praise the Lord. Praise the Lord. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ जब हम परमेश्वर के उपस्थिति में रहते हैं നമ്മളെ തന്നെ ഒന്ന് റിപ്പയർ ചെയ്യുക. तब हम अपने आप को जो है रिपेयर करें। എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. यदि हमारे जीवन में कुछ भी गड़बड़ी है तो अपने आप को जांचें, എന്നിട്ട് ശുശ്രൂഷകളിൽ നമ്മൾ ഭാഗവാക്കാകാവൂ. और उसके बाद पवित्र मेज में सहभागी होने के लिए। Praise the Lord. Praise the Lord. നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവുണ്ട്, हमें अच्छे से जानने वाला एक परमेश्वर है, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയാവുന്ന ഒരു ദൈവമുണ്ട്. हमारे हृदय के विचारों को भी जानने वाला एक परमेश्वर है। Praise എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. सब यह ध्यान पूर्वक सुनिएगा। ഹല്ലേലൂയ. हालेलुया। നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അറിയാവുന്ന നല്ലൊരു ദൈവമുണ്ട്. हम जो कुछ कार्य करते हैं वो उसे समझने वाला एक परमेश्वर है। അവൻ ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യുന്ന ദൈവമല്ല. और परमेश्वर कभी भी जो है हमें हमारी जो है बुराई नहीं करता, അവൻ നന്മ മാത്രമേ ചെയ്യുള്ളൂ. वो केवल हमारे जीवन में भलाई करता है। ആ ദൈവസന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ और जब हम उस परमेश्वर की उपस्थिति में रहते हैं ദൈവ ഭയത്തോടെ ആയിരിക്കണം. तो डर और भय के साथ हम बैठे। ഹല്ലേലൂയ. हालेलुया। ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധയോടെ ഇരിക്കണം. जब परमेश्वर का वचन सुनाया जाता है तब ध्यान पूर्वक सुनिए। Praise the Lord. Praise the Lord. ദൈവസഭയ്ക്ക് രണ്ട് കൽപ്പനകൾ നമുക്ക് കാണാൻ സാധിക്കും പ്രധാനപ്പെട്ട. और कलीसिया में जो है हम दो प्रकार की जो कर्मों के द्वारा होते हुए सेवाएं देखते हैं। ഒന്ന് സ്നാനം, രണ്ട് കർത്തൃമേശ. पहला जो है वो बपतिस्मा और दूसरा जो है वो प्रभु भोज। Praise the Lord. Praise the Lord. ഒന്ന് സ്നാനം, രണ്ട് കർത്തൃമേശ. पहला जो है वो बपतिस्मा देना और दूसरा जो है वो प्रभु भोज। കർത്താവായ യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ തന്നു എന്ന് വിശ്വസിക്കുമ്പോൾ, और जब हम विश्वास करते हैं कि प्रभु यीशु मसीह ने हमारे लिए जो है अपना क्रूस पर अपना बलिदान दिया, ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ അവനായിട്ട് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനിക്കുമ്പോൾ, और जब हम निश्चय लेते हैं कि आगे का जीवन जो है मैं परमेश्वर की इच्छा के अनुसार बढ़ूंगा, അവൻ എന്റെ രക്ഷകനാണെന്ന് നാം വിശ്വസിക്കുമ്പോൾ, और जब हम विश्वास करते हैं कि वो हमारा जो है व्यक्तिगत उद्धार करता है, നാം
നമ്മൾ രക്ഷിക്കപ്പെടുന്നു. तब हम उद्धार पाते हैं. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ അവനിലുള്ള വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. तो उस पर होते हुए विश्वास के द्वारा जो हम उद्धार पाते हैं. ആമേൻ. आमीन. ഇനി ഞാൻ അവന്റേതാ. अभी जो मैं परमेश्वर का हूँ. അവൻ ഇനി എന്റേതുവാ. अभी जो है परमेश्वर मेरा है. ആരാ? कौन? സർവശക്തനായ ദൈവം. सर्वशक्तिमान परमेश्वर സർവചരാചരങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ്. और सृष्टिकर्ता परमेश्वर. അവൻ എന്റെ ദൈവമാ. वो मेरा परमेश्वर है. ഞാൻ ഇനി അവന്റേതുമാ. और मैं परमेश्वर का हूँ. അതാ വിശ്വാസം എന്ന് പറയുന്നത്. और विश्वास का यही अर्थ है. ഹല്ലേലൂയ. हालेलुया. നമ്മൾ ചിന്തിക്കുന്നത് എന്റെ പനി മാറ്റുന്നവൻ അവനെ. हम सोचते हैं कि वो हमें केवल चंगा करने वाला परमेश्वर നമ്മൾ है. അങ്ങനെ വിശ്വസിക്കുന്നത്. हम ऐसा विश्वास करते हैं. നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തിക ടൈറ്റ് മാറ്റുന്നവനാ കർത്താവ്. यदि हम जो है हमारी जो है कमी घटी है तो उससे दूर करने वाला परमेश्वर है, ऐसे हम सोचते हैं. ഏതെങ്കിലും രോഗം ഉണ്ടെങ്കിൽ സൗഖ്യമാക്കുന്നവനാ കർത്താവ്. यदि कोई बीमारी है तो उससे चंगा करने वाला परमेश्वर है. ഹല്ലേലൂയ. हालेलुया. അങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ऐसा हम जो है विचार करते हैं. അവൻ സകലത്തിലും മതിയായവനാണ് നമ്മൾ വിശ്വസിക്കണം. सब चीजों के लिए पूरा करना है. लेकिन हमें ऐसा विश्वास करना है कि वो सब चीजों को जो है पूरा करने वाला जो है परमेश्वर है. ആമേൻ. आमीन. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. मैं एक उदाहरण देता ഒരു हूँ. വലിയ ടാങ്ക്. एक बड़ा टैंक है. ആ ടാങ്കിലോട്ട് ഒരു ചെറിയ പൈപ്പ് കൊണ്ട് ഫിറ്റ് ചെയ്യുക. तो यदि उस टैंक में जो है एक छोटा सा पाइप को फिट कर देते हैं. വലിയ ടാങ്കാ. और टैंक जो है काफी बड़ा है. അതിലോട്ട് ഒരു ചെറിയ പൈപ്പ് കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു. एक छोटा सा पाइप यदि उसमें फिट कर दिया जाए ആ ടാങ്കിലുള്ള വെള്ളം നമ്മുടെ അരികിലേക്ക് വരുന്നു. तो उस टैंक में होते हुए जो पानी है जो हमारे पास आता है. എന്ന് പറഞ്ഞാൽ ഈ ലിംഗ വിശ്വാസം എന്ന് പറയുന്നത്. तो ये जो विश्वास जो है उसको जो वो लिंक करके जो है कहते हैं. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ സകലത്തിലും മതിയായ ദൈവമാ. सब चीजों को हमें पूरा करना है. वो हमारे सब चीजों को पूरा करने वाला परमेश्वर है. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? और कितने लोग ये विश्वास करते हैं. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ഒന്നോ രണ്ടോ ആവശ്യത്തിന് മതിയായവനല്ല അവനെ, സകലത്തിലും മതിയായ ദൈവമാ. केवल हमारे एक या दो आवश्यकताओं को पूरा करने के लिए, लेकिन परमेश्वर हमारे लिए सब कुछ पूरा करता है. കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ उठा के प्रभु को धन्यवाद അപ്പോൾ सुनाते ആ हैं. വിശ്വാസം ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. और जब वो विश्वास हमारे अंदर आता है तब हम जो है बपतिस्मा लेते हैं. ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ ഡിക്ലറേഷനാ സ്നാനം എന്ന് പറയുന്നത്. हमारे अंदर का जो विश्वास है जब उसको हम जो है डिक्लेयर करते हैं तभी हम बपतिस्मा लेते हैं. ഹല്ലേലൂയ. हालेलुया. ഉള്ളിലുള്ള രൂപാന്തരത്തിന്റെ എക്സ്പ്രഷനാ സ്നാനം എന്ന് പറയുന്നത്. हमारे अंदर का जो रूपांतरण है उसका जो एक्सप्लेनेशन है उसी को हम जो है बपतिस्मा कहते हैं. ഹല്ലേലൂയ. हालेलुया. Praise the Lord. प्रेज द लॉर्ड. ഉള്ളിൽ വിശ്വാസമില്ലെങ്കിൽ यदि हमारे अंदर विश्वास ना हो സ്നാനപ്പെട്ടുകൊണ്ട് യാതൊരു ഗുണവുമില്ല. तो बपतिस्मा लेकर जो है कोई भी फायदा नहीं. ഉള്ളിൽ മാനസാന്തരം ഇല്ലെങ്കിൽ यदि हमारे अंदर मन फिराव नहीं है സ്നാനപ്പെട്ടുകൊണ്ട് യാതൊരു ഗുണവുമില്ല. तो बपतिस्मा लेकर जो है कोई भी फायदा नहीं. അപ്പൊ മാനസാന്തരപ്പെട്ടിട്ടാ നമ്മൾ സ്നാനപ്പെട്ടത്. तो मन फिराव के बाद ही हम जो है बपतिस्मा लेते हैं. ഈ സ്നാനപ്പെട്ടത് നമ്മൾ യേശുവിനോട് കൂടെ ചേരാൻ വേണ്ടിയിട്ടാ. और हमने बपतिस्मा इसलिए लेते हैं कि हम जो है परमेश्वर के साथ जो है एक हो जाए. ഹല്ലേലൂയ. हालेलुया. ലിവിംഗ് ക്രിസ്ത്യൻ ചർച്ചിനോട് ചേരാൻ വേണ്ടിയിട്ടല്ല. और हम बपतिस्मा इसलिए लेते हैं कि हम लिविंग क्रिश्चियन चर्च में शामिल हो जाए. ഹല്ലേലൂയ. हालेलुया. ബാപ്റ്റിസ്മ ലിവിംഗ് ക്രിസ്ത്യൻ ചർച്ചിനോട് ചേരാൻ വേണ്ടിയല്ല. और लिविंग क्रिश्चियन चर्च के साथ शामिल होने के लिए बपतिस्मा नहीं लेते. ഹല്ലേലൂയ. हालेलुया. യേശുവിനോട് കൂടെ ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. लेकिन यीशु के साथ एक हो जाने के लिए हम जो है बपतिस्मा लेते हैं. ഹല്ലേലൂയ. हालेलुया. ഇതുവരെയൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരമായിരുന്നു ജീവിച്ചത്. अभी तक हमने जो है अपना जीवन अपने इच्छा के अनुसार बिताया. ഇനിയുള്ള കാലം യേശുവിനോടൊപ്പം ജീവിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്ന സ്നാനം. लेकिन जब हम बपतिस्मा लेते हैं तो हम निश्चय लेते हैं कि आगे का जीवन जो है मैं प्रभु यीशु की इच्छा के अनुसार जीवन പിന്നെ बिताऊंगा. നമ്മുടെ ഇഷ്ടപ്രകാരം ജഡത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയത്തില്ല. उसके बाद जो है हमारे शरीर के कार्यों के द्वारा हम जीवन नहीं बिता सकते. പാപം ചെയ്ത് ജീവിക്കാൻ കഴിയത്തില്ല. हम पाप में जीवन नहीं बिता सकते കാരണം നമ്മൾ യേശുക്രിസ്തു വിശ്വസിച്ച് അവനോട് കൂടെ ചേർന്ന് നിൽക്കുകയാണ്. क्योंकि हमने प्रभु यीशु मसीह पर विश्वास किया और हम उसके साथ एक हो गए हैं. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. हालेलुया. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായി മാറി. और बपतिस्मा लेने के बाद जो है मसीह में जो उसकी कलीसिया में जो का जो एक भाग बनते ഇനി हैं. ഒരു കാര്യമുണ്ട്. इसमें और एक बात നമ്മൾ है. ജലത്തിൽ ചെന്ന് സ്നാനപ്പെടുമ്പോ जब हम पानी में जब बपतिस्मा लेते ഈ हैं സമൂഹത്തോട് പറയുക ഞാൻ യേശുവിനോടൊപ്പമാണെന്ന്. तब हम जो इस समूह से जो कहते हैं कि मैं यीशु के साथ एक हूँ, മറ്റുള്ളവരോട് പറയുകയാ तब हम दूसरों से कहते ഞാൻ हैं യേശുവിന്റെ മകനാ, कि मैं यीशु का जो है बेटा हूँ, ഞാൻ യേശുവിന്റെ മകളാ. मैं यीशु की बेटी हूँ. ഇനി പഴയതുപോലെ ഞാൻ ജീവിക്കത്തില്ല. अब मैं जो है पुराने जो मनुष्यत्व का जीवन नहीं എന്റെ बिताऊंगा. പഴയ എല്ലാ ഭാവസുഖങ്ങളും ഈ സുഖങ്ങളും സ്വഭാവങ്ങളും ഈ വെള്ളത്തിനകത്ത് ഞാൻ അടക്കം ചെയ്തു. मैं अपने पूरे सारे पाप के स्वभाव को जो है इस पानी में जो है
धो दिया है। ഹല്ലേലൂയ. हालेलुया। Praise the Lord. ആ വെള്ളത്തിൽ മുക്കി കളഞ്ഞു. और उस जो है पानी में डाल दिया। Praise the Lord. Praise the പിന്നെ Lord. എഴുന്നേൽക്കുന്നത് अभी जो ऊपर उठता है ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് രൂപപ്പെടുന്ന സമപ്പെടുന്ന ഉയർത്തെഴുന്നേൽപ്പിനോട് അത് സമപ്പെടുന്നത്. और वो जो मसीह के जो पुनरुत्थान में जो है एक नया जीवन करके जो है उठता है। പിന്നെ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ജീവിക്കുന്നത്. अब जो हमारा आगे का जीवन है जो मसीह में जीते हैं। ഹല്ലേലൂയ. हालेलुया। Praise the Lord. प्रेज़ द लॉर्ड। ആ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നവരെ और उस मसीह में जो नया जीवन जीने वाले നമ്മൾ കർത്താവിനെ ഓർക്കണം. हम जो है परमेश्वर को स्मरण करना है। നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ സ്നാനം. और हमारे जीवन में एक ही बार हम जो है बपतिस्मा लेते हैं। പക്ഷെ കർത്തൃമേശ അങ്ങനല്ല. लेकिन पवित्र में जिस प्रकार से नहीं। നമ്മൾ കൂടി വരുമ്പോൾ അവനെ ഓർത്ത് ചെയ്യുന്ന സർവീസ് തിരുമേശ എന്ന് പറയുന്നത്. और जब भी हम इकट्ठे होते हैं तो परमेश्वर को जो स्मरण करके जो हम पवित्र मेज में जो है सहभागी होते हैं। ഒരു ആരാധനയിൽ ഏറ്റവും മഹത്വമുള്ള ശുശ്രൂഷ തിരുമേശയുടെ ശുശ്രൂഷ. एक आराधना में जो है सबसे जो है सबसे अहम बात जो है वो पवित्र मेज। പാട്ട് പാടി ആരാധിക്കുന്നതിനെക്കാട്ടില് और गीत गा के आराधना करने से ज्यादा പ്രസംഗിക്കുന്നതിനെക്കാട്ടില് और प्रचार से बढ़कर ഏറ്റവും മഹത്വമുള്ള ശുശ്രൂഷ തിരുമേശയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. सबसे महत्व होते हुए जो सेवकाई है वो प्रभु मेज है। അതിന് നമ്മൾ ഏറ്റവും ബഹുമാനം നമ്മൾ കൊടുക്കണം. और उसको जो है काफी आदर देना അവിടെ चाहिए നാം ശ്രദ്ധയോടെ ഇരിക്കണം. और काफी जो है ध्यान से बैठना चाहिए। ഹല്ലേലൂയ. हालेलुया। അലസം മനസ്സോടുകൂടി ഇരിക്കരുത്. और आलस के साथ ना बैठे ദൈവ ഭയമില്ലാതിരിക്കരുത്. और परमेश्वर के बिना भय के ना बैठे। നമ്മൾ ഒരുക്കത്തോടെ തിരുമേശയുടെ ഭാഗവാക്കാകണം. हम एक मन होकर जो है पवित्र मेज में सहभागी होना है। Praise the Lord. കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ उठा के प्रभु को धन्यवाद स्तुति दे। Praise the Lord. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാൻ സാധിക്കും. और प्रेरितों के काम में हम पढ़ते हैं കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. और वो जो एक साथ जो संगति करके और रोटी तोड़ते हुए जो आगे बढ़ते थे। ഹല്ലേലൂയ. हालेलुया। കൂട്ടായ്മയിലാണ് ഈ കർത്തൃമേശ ഉള്ളത്. तो जब साथ में इकट्ठे होते थे तब वो जो है पवित्र मेज में सहभागी होते थे। കൂടി വരുമ്പോഴാണ് ഈ കർത്തൃമേശ നടത്തുന്നത്. और जब वे सब इकट्ठे होते थे तब जो है पवित्र मेज में जो है सहभागी होते थे। പെസഹയുടെ സമയമായപ്പോ और जब फसह का समय आया യേശു ശിഷ്യന്മാരോട് ഒരു മാളിക മുറിക്കകത്ത് ഒരുമിച്ച് കൂടി. और यीशु मसीह जो है एक अटारी में जो चेलों के साथ जो है उपस्थित हुआ। അവർ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഈ കർത്തൃമേശ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. और जब वो एक साथ में इकट्ठे हुए तब उन्होंने जो है प्रभु मेज की जो है स्थापना की। ഹല്ലേലൂയ. हालेलुया। എന്ന് പറഞ്ഞാൽ സഭയായിട്ട് ഒരു ഫെലോഷിപ്പ് വേണം ദൈവത്തിന്. और कलीसिया के साथ जो है एक संगति होना जरूरी है। ഈ കൂട്ടായ്മയിലായി കർത്തൃമേശ ശുശ്രൂഷ നടക്കുന്നത്. और जब हम संगति करते हैं तभी उसमें जो है पवित्र मेज का जो है सेवकाई होता है। Praise the Lord. प्रेज़ द लॉर्ड। അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ദൈവസന്നിധി ഇരിക്കുക. हम यहाँ पर आकर जो है परमेश्वर की उपस्थिति में बैठते ഈ हैं। തിരുമേശയുടെ ശുശ്രൂഷ ഇരിക്കുമ്പോ और जब पवित्र मेज का सेवकाई होता है പുറകോട്ട് നമ്മളൊന്ന് ചിന്തിക്കണം. तब हम जो है पीछे जो है देखना है, स्मरण करना है। ഹല്ലേലൂയ. हालेलुया। എന്താണ് ചിന്തിക്കേണ്ടത്? हम क्या सोचना है? കർത്താവായ യേശുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ഓർക്കണം നമ്മൾ. और परमेश्वर के उस क्रूस के बलिदान के बारे में हम सोचना है। ഇനി മുന്നോട്ടുള്ള കാര്യം ഓർക്കണം. अब जो है आगे की बात को स्मरण करना ഇനി है। അവൻ രാജാവായിട്ട് വീണ്ടും വരുമെന്നുള്ള ഓർമ്മ നമ്മുടെ ഉള്ളിൽ വേണം. और हमारे अंदर एक दृढ़ निश्चय होना चाहिए कि हमारा परमेश्वर जो है राजाओं का राजा करके वापस आएगा। മൂന്നാമത് നമ്മൾ ചുറ്റിലും നോക്കണം. और तीसरा जो है हम अपने चारों ओर देखना है। അടുത്തിരിക്കുന്നവരെ നോക്കണം. हमारे आस पड़ोस में जो है उन्हें देखना है। ഹല്ലേലൂയ. हालेलुया। അതുപോലെ മറ്റുള്ളവരെ നോക്കണം. बस दूसरों को देखना है। അത് നമ്മുടെ സഭയെ കാണിക്കുന്നത്. वो जो है हमारी कलीसिया को दिखाता है സഭയിലായിരിക്കുന്നത്. और कलीसिया में है। കർത്താവിന്റെ ദാസൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറയാനിടയായി തീർന്നു. और प्रभु के दास ने पहले जो प्रचार में कहा, ആർക്കെങ്കിലും മറ്റുള്ളവരുടെ ഭിന്നത ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന്. यदि हमारा जीवन में किसी के प्रति बैर या कड़वाहट तो उसे क्षमा करना है। Praise the Lord. प्रेज़ द लॉर्ड। അപ്പോൾ കൂടി വരുമ്പോഴാണ് തിരുമേശ നടത്തുന്നത്. जब हम साथ में इकट्ठे होते हैं तब जो है पवित्र मेज की सेवकाई होती है। Praise the Lord. प्रेज़ द लॉर्ड। അത് ഭയഭക്തിയുടെ ഭാഗമാക്കണം. और उसमें डर और भय के साथ जो है हम शामिल हो। രണ്ടാമത്തെ വേറെ കാര്യം ഞാൻ പറയാം. और दूसरी एक बात मैं कहता हूँ, ഈ വീട്ടിലിരുന്നവർ അല്ലെങ്കിൽ എവിടെങ്കിലും ആയിരിക്കുന്നവർക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് നിർത്തുക. और जो घर में रहते हैं या कहीं और रहते हैं उनके लिए जो है पवित्र मेज यहाँ से ले जाना वो जो बंद करे। ഹല്ലേലൂയ. हालेलुया। ഇത് കർത്താവിന്റെ തിരുമേശയാണ്. ये परमेश्वर का जो है पवित्र मेज है। ഇവിടെ നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുതരുന്നത് ശുശ്രൂഷകന്മാരാണ് കൊണ്ടുതരുന്നത്. यहाँ पे जो आपको जो लाके जो प्रभु में दिया जाता है वो सेवक लोग लाके देते हैं। നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരുന്നത് ശുശ്രൂഷകന്മാരാണ് കൊണ്ടുവരുന്നത്.
जो आपके पास जो प्रभु में लाके दिया जाता है वो जो सेवक लोग आपको लाके देते हैं അത് പ്രാർത്ഥനയോടെ ഭാഗവാക്കാകുന്നത് और वो जो है प्रार्थना के साथ दिया जाता है വീട്ടിലിരിക്കുന്നവർക്കോ എവിടെയെങ്കിലും നിൽക്കുന്നവർക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുമ്പോ और जो घर में रहते हैं उनके लिए जब यहाँ से जो पवित्र में जब लेके जाते ഈ हैं കൊണ്ടുപോകുന്ന വ്യക്തി ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടെ പോകും നമുക്ക് അറിയത്തില്ല तो हम ये ले जाने वाला जो व्यक्ति है वो किस रीति से गुजरता है हम नहीं जानते കയ്യിലിരിക്കുന്ന കർത്തമേശയും പിന്നും കൊണ്ട് ആരുടെയൊക്കെ ഒന്ന് കോപിച്ച് വർത്താനം പറഞ്ഞ് എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാല് और पवित्र में जब ले जाते समय यदि उसका किसी से कुछ झगड़ा हो जाए या कभी कुछ गुस्सा हो जाए അതിന്റെ ആ റെസ്പെക്ട് ഇല്ലാതാകുക तो उसका जो है पवित्र में इसका जो है आदर नहीं होता പോകുന്ന പോക്കില് ഈ ഡബ്ബയുടെ ടോപ്പ് തുറന്നാ വീണ് പോയാൽ പിന്നെ എന്ത് ചെയ്യും यदि जाते समय ये डब्बे में से यदि वो रोटी गिर जाए तो फिर क्या करेंगे അതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകാതിരിക്കുക इसलिए यहाँ से न ले जाए കാരണം ഞാൻ ഇത്രയും നാള് ജീവിച്ച് ഒരുപാട് ചർച്ചകളിൽ പോയിട്ടുണ്ട് ഒരുപാട് സർവീസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അവിടെ ഒന്നും ഇങ്ങനൊരു സംഭവമില്ല क्योंकि मैंने कई जो है कलीसिया में मैंने गया और शामिल हुआ लेकिन कहीं भी मैंने इस प्रकार से नहीं देखा कि वो पवित्र मेज को जो है वो घर ले जाते हैं ഇവിടെ വരാൻ പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ആരാധിച്ചതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക और यहाँ पे आके जो आराधना करे और पवित्र मेज में शामिल हुए ഹല്ലേലൂയ हालेलुया കാരണം തിരുമേശയ്ക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കുക क्योंकि पवित्र मेज को जो हम आदर देना है ആമേൻ हमें ഒരാള് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം തിരുമേശ ഇവിടുന്ന് ഒരാൾക്ക് എടുത്തോണ്ട് പോയിട്ട് ഇവിടെ വെച്ചിട്ട് പോയി അടുക്കളയ്ക്കകത്ത് और कोई तो भी जो है पवित्र में यहाँ से लेके गया और वापस यहाँ पे रख के चला गया രാത്രിയായി വന്നിട്ട് ഞാൻ കർത്തമേശ ഇവിടെ വെച്ചാൽ എന്ത് ചെയ്യുന്നു और रात को आकर वो कहता है कि मैंने यहाँ पे जो है प्रभु भोज रखा था रोटी रखी थी कहाँ गया അതുവരെ പുള്ളി മറന്നുപോയി और तब तक वो भूल गया Praise the Lord. Praise the Lord. ഹല്ലേലൂയ हालेलुया കൂട്ടായ്മയിൽ വരുന്നവരായി കർത്തമേശ പങ്കെടുക്കേണ്ടത് तो जो संगति में आते हैं जो इकट्ठे होते हैं वही पवित्र मेज में सहभागी होना കർത്താവിനെ സൂചിച്ചാട്ടെ अपने हाथ उठा के प्रभु को धन्यवाद दे ഹല്ലേലൂയ हालेलुया ഈ തിരുമേശ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും इस पवित्र मेज को देखने के बाद जो है हम दो सेवकाइयों को देखते हैं ഇതിനകത്ത് റൊട്ടി നമുക്ക് കാണാൻ സാധിക്കും और इसमें हम रोटी को देखते हैं വീഞ്ഞ് കാണാൻ സാധിക്കും और इसमें हम जो है दाख रस को ഈ देखते റൊട്ടി എന്തിനാ സൂചിപ്പിക്കുന്നത് हैं ये रोटी किसको दर्शाता है കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെയാ കാണിക്കുന്നത് ये प्रभु यीशु मसीह के जो शरीर को दिखाता है അത് മുറിക്കുന്നത് കാണിക്കുന്നത് और उसे जब तोड़ते हैं उसे दिखाता है നമുക്ക് വേണ്ടി അടിയേറ്റ് തകർന്നതാ കാണിക്കുന്നത് और हमारे लिए परमेश्वर ने जो है मार खाई जो है वो दिखाता है Praise the Lord. Praise the Lord. നമ്മളുടെ പാപത്തിന്റെ കുറ്റം ആ ശരീരത്തിൽ ഏറ്റതാ നാം കാണുന്നത് और हमारे पापों का जो सारा दंड जो है परमेश्वर ने अपने ऊपर ले लिया ये प्रभु वो मेज वो दिखाता है ഹല്ലേലൂയ हालेलुया ഈ അപ്പം നുറുക്ക് നമുക്ക് ഓരോരുത്തർക്കും കൊണ്ട് തരുന്നു और ये रोटी तोड़कर जो है हम प्रत्येक को दिया जाता है ഒരപ്പം ഓരോരുത്തർക്കും കൊടുക്കുകയല്ല ഫുൾ ഒരാൾക്ക് കൊടുക്കുകയല്ല और ये पूरा रोटी एक ही जन को नहीं देते Praise the Lord. Praise the Lord. നുറുക്കിയാ തരുന്നത് वो उसे तोड़ तोड़ कर दिया जाता है Praise the Lord. അത് വീണ്ടും നമ്മളെ കാണിക്കുന്നത് और वो हमें इस प्रकार से दिखाता है പലരാകുന്ന നാം ഒരു ശരീരമാകുന്നു कि हम जो कई है लेकिन हम एक इकट्ठे जो एक शरीर है Praise the Lord. Praise the Lord. ഈ കർത്തമേശയുടെ വചനശുശ്രൂഷ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോകരുത് और जब पवित्र मेज का जो सेवकाई होता है तब यहाँ से बाहर न जाए നിങ്ങൾ ഇതിനു മുമ്പേ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ പോയിട്ടുണ്ടെങ്കിൽ വെളിയിൽ തന്നെ ഇരിക്കുക और यदि पवित्र मेज के पहले यदि आप बाहर गए तो आप बाहर ही रहे Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അപ്പോൾ പലരാകുന്ന നമ്മൾ ഒരു ശരീരമാകുന്നു तो कई संडे कहाँ जा रहे हैं बैठो बाद में जाएंगे Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും റെസ്പെക്ട് കൊടുക്കേണ്ട ശുശ്രൂഷ തിരുമേശയുടെ ശുശ്രൂഷ मैंने पहले ही कहा कि पवित्र मेज को जो है का बड़ा आदर देना है ഏറ്റവും ഭയത്തോടെ ഇരിക്കേണ്ട ശുശ്രൂഷ തിരുമേശ और डर और भय के साथ जो है पवित्र मेज में सहभागी होना है Praise the Lord. Praise the Lord. നമുക്ക് ദൈവഭയം വേണം और हमें अंदर परमेश्वर का भय होना जरूरी है ചുമ്മാതെ സമോസയും ചായയും കുടിക്കുന്നത് പോലെ ഇതെടുത്ത് തിന്നിട്ട് പോകരുത് जैसे
समोसा और चाय पीते हैं उसी प्रकार से जो है साधारण रीति से इसमें सहभागी ना हो। അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചോണ്ട് തിരുമേശയിൽ ഭാഗവാക്കാകരുത്. यहाँ वहाँ देख कर जो है हंसते चट्टा मजाक करके इसमें सहभागी नहीं होना। ഇതെന്താണെന്ന് ഓർക്കണം നമ്മള്. पवित्र मेज क्या है इसे अच्छे से जो है समझना है। നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർന്ന ശരീരത്തെ ഈ അപ്പം കൊണ്ട് സൂചിപ്പിക്കുന്നത്. और हमारे लिए जो प्रभु यीशु मसीह ने क्रूस पर जो अपना बलिदान दिया उसके द्वारा हम इसमें सहभागी होते हैं। അവന്റെ ശരീരം നമുക്ക് വേണ്ടി തകർന്നു. और उसका शरीर जो हमारे लिए तोड़ा गया। റോമ പട്ടാളക്കാർ അടിച്ച് തകർത്ത ശരീരത്തെ और रोमी सरकार ने जो उसका जो है शरीर को जो है कोड़ों से मारा जो उसे तोड़ा ഒരു गया। മാംസം വിൽക്കുന്ന കടയിൽ മാംസം തൂക്കിയിട്ടേക്കുന്നത് പോലെ ആ കുരിശിൽ തന്റെ ശരീരം കിടക്കുന്നത്. और जिस प्रकार एक मटन की दुकान में जैसे मांस को लटकाया जाता है उसी प्रकार से यीशु के शरीर को क्रूस पर लटकाया गया। ഒരു മനുഷ്യ രൂപമാണെന്ന് പോലും തോന്നത്തില്ലെന്നാ और പറയുന്നത്. उसे देखकर ऐसा पता भी नहीं चलता था कि ये मनुष्य है या नहीं। ഹല്ലേലൂയ. हालेलुया। അവന്റെ രക്തം മുഴുവനും നമുക്കൊണ്ട് വാർന്നു തന്നു. उसका जो है आखिरी बूंद लहू तक उसने हमारे लिए बहा दिया। ഹല്ലേലൂയ. हालेलुया। ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ ആ ശരീരത്തിൽ നമുക്ക് വേണ്ടി ഊറ്റി തന്നു. और उसके शरीर में एक बूंद लहू भी नहीं रहा उसने सब हमारे लिए जो है दे दिया। ആ ഉടമ്പടിയെ ഓർമ്മിപ്പിക്കുന്നതായി തിരുമേശ എന്ന് പറയുന്നത്. और उसको स्मरण करके जो हम पवित्र मेज लेते हैं ആ തിരുമേശയിൽ ഭാഗവാക്കാകുമ്പോ और जब उस पवित्र मेज में सहभागी होते നാം हैं ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടുകൂടിയാണ് തിരുമേശയിൽ ഭാഗവാക്കാകാന്. तब हम जो है परमेश्वर और मनुष्य के साथ जो है शुद्ध विवेक के साथ जो है इसमें सहभागी होते അതുകൊണ്ട് हैं। കർത്താവ് പറയാ നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. ഇത് इसलिए परमेश्वर कहता है कि मेरे स्मरण के लिए एक किया करो। നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തരുന്ന എന്റെ ശരീരവും എന്റെ രക്തവുമായത്. और तुम्हारे जो है छुटकारे के लिए दिया गया ये मेरा जो है रोटी है मेरा जो शरीर है। നിങ്ങളെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാന്, और तुमको जो है वो नाश से छुड़ाने के लिए നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാന് और अनंत काल के जो नरक से छुड़ाने के लिए। തരുന്ന എന്റെ ശരീരവും എന്റെ രക്തവുമായത്. और ये मेरा शरीर और मेरा लहू है। നിങ്ങൾ ഇത് ഓർത്തു വേണം, ഭയത്തോടെ വേണം ഇതിനകത്ത് ഭാഗവാക്കാകുവാന്. और मेरे स्मरण के लिए तुम इसमें से जो है डर और भय के साथ इसमें सहभागी होने के Praise लिए। the Lord. Praise the Lord। പൗലോസ് പറയുന്നുണ്ട്, पौलुस कहता है 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. पहला कुरिन्थियों उसका 11 अध्याय उसका 12 वचन क्योंकि पहले तो 18 वचन। मैं ये सुनता था कि जब तुम कलीसिया में इकट्ठा होते थे हाँ। तो तुम्हें फूट होती है। ഹല്ലേലൂയ. मैं इस पर कुछ विश्वास भी करता ഈ हूँ। ഭിന്നതയെ പറ്റി പറഞ്ഞിട്ടാ താഴോട്ട് വരുമ്പോ കർത്തൃമേശ എപ്രകാരം എടുക്കണമെന്ന് പറയുന്നത്. और ये फूट के बारे में जो लिखते हुए वो नीचे किस प्रकार से सहभागी होना है पवित्र मेज में वो बताता है। സഭയിൽ ഭിന്നതയുണ്ടെന്ന് അദ്ദേഹം പറയുകയാ. और वो कहता है कि कलीसिया में जो है फूट होती है। Praise the Lord. Praise the Lord। ഹല്ലേലൂയ. हालेलुया। മാനസികമായ ഭിന്നത. और यहाँ पे जो है मानसिक रूप से जो है भिन्नता। ഈ രണ്ടാമത്തെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, और दूसरा यदि आप ये शब्द सुनते हैं അടുത്തിരിക്കുന്നവരുടെ പിണക്കം ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ അത് ക്ഷമ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ക്ഷമ പ്രാപിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ തിരുമേശയുടെ ഭാഗവാക്കാകാവൂ. यदि आपके आस पड़ोस में कोई बैठा है जिससे आप क्रोधित हैं या जिससे बैर भाव रखते हैं तो उनसे क्षमा मांगे। आपस में क्षमा मांग के जो है इस प्रभु पवित्र मेज में सहभागी हुए। അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യാതെ കഴിക്കുന്നത്. नहीं तो हम अपने आप को नहीं जांचते हुए जो इसमें से सहभागी होते നമ്മുടെ हैं। മനസ്സറിയുന്ന ഒരു ദൈവമുണ്ട്. हमारे मन को जो जांचने वाला एक परमेश्वर നമ്മുടെ है। മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകൾ അറിയാവുന്ന ഒരു ദൈവമുണ്ട്. हमारे हृदय में जो भी विचार आते हैं उनको भी समझने वाला एक परमेश्वर ഈ है। തിരുമേശ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറണം. और ये पवित्र मेज हमारे जीवन में जो एक आशीष करके बदलना है। അവന്റെ ക്രൂശ് മരണത്തെ ഓർത്തുകൊണ്ട് വേണം और परमेश्वर के जो क्रूस को जो स्मरण करना ഈ है തിരുമേശയെ ഭാഗവാക്കാകുക. इस पवित्र मेज में सहभागी होने के लिए। കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള ഭാഗം നമുക്ക് വായിക്കാം. कोई अनुचित रीति से हाँ। प्रभु की रोटी हाँ। खाए हाँ। या उसके कटोरे में से पिए हाँ। वह प्रभु की देह और लहू का अपराधी ठहरेगा। हाँ। इसलिए मनुष्य अपने आप को जांच ले हाँ। और इसी रीति से रोटी से खाए हाँ। और कटोरे में से पिए। क्योंकि जो खाते पीते समय प्रभु की देह को ना पहचाने वह इसे खाने से अपने ऊपर दंड लाता है। इस कारण तुम में से बहुत निर्बल और रोगी और बहुत से सो भी गए हैं। यदि हम अपने आप को जांचते तो दंड ना पाते, परंतु प्रभु हमें दंड देकर हमारी ताड़ना करता है इसलिए कि हम संसार के साथ दोषी न ठहरे। കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. और ये वचन हमारे जीवन में आशीष करके बदल जाए। ഞാൻ പറഞ്ഞല്ലോ ഭയത്തോടെ വേണം തിരുമേശയുടെ ഭാഗവാക്കാകുക. जैसे मैंने कहा कि पवित्र मेज में जो है डर और भय के साथ इसमें सहभागी हो। ഒരുക്കത്തോടു കൂടി വേണം തിരുമേശയുടെ ഭാഗവാക്കാകുക. और तैयारी के साथ जो है पवित्र मेज में सहभागी होने के लिए നമ്മളെ തന്നെ ശോധന കഴിച്ചാട്ടെ. हम अपने आप को जांचें। ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ और परमेश्वर
परमेश्वर के साथ संबंध में यदि हमने कोई पाप किया है കർത്താവെ ഒരിക്കലും ചെയ്യുകയില്ല എന്നൊരു തീരുമാനമെടുത്താട്ടെ. और ऐसा एक दृढ़ निश्चय ले कि परमेश्वर मैं दोबारा ऐसा नहीं करूंगा, കാരണം അവന്റെ മരണത്തിന് ഒരു അതിവേദന നമുക്ക് കാണാൻ സാധിക്കും അവിടെ. क्योंकि परमेश्वर के जो मृत्यु में हम काफी जो है पीड़ा को देखते हैं ആ വേദന സഹിക്കാൻ വയ്യാതെ അവൻ കരഞ്ഞു പോയ ഭാഗം നമുക്കറിയാം. और उस पीड़ा को जो असहनीय था उसमें हम देखते हैं അവന്റെ അസ്ഥികളുടെ ബന്ധങ്ങളെല്ലാം വിട്ടുപോയ ഭാഗമുണ്ട് അവിടെ. और हम वहां पे पढ़ते हैं कि उसके हड्डियों का जो सारा जो जोड़ है वो निकल ആ गया വേദന ഒരു മനുഷ്യന് ഈ ലോകത്ത് സഹിക്കാൻ കഴിയത്തില്ല. और उस पीड़ा को जो इस दुनिया में कोई भी मनुष्य जो है सहन नहीं कर सकता ചാട്ടവാറുകൾ കൊണ്ട് മാംസം അടിച്ച് തകർത്തതിന്റെ വേദനകളുണ്ട്. कोड़े लगाकर उसे पीठ फाड़ा गया। और कोड़े लगा के जो इसके शरीर को जो है फाड़ा गया ഹല്ലേലൂയ. हालेलुया രക്തം മുഴുവൻ നമുക്ക് വേണ്ടി വാർന്നു തന്നു. और उसने अपना सारा लहू जो हमारे लिए बहा दिया അത് നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നത്. क्योंकि वो हमें जो है पापों से शुद्ध करने के लिए उसने अपना लहू दे दिया പണ്ട് നാം ക്രൂശിന് വിരോധികളായിരുന്നു. पहले हम क्रूस के विरोधी थे ക്രൂശിന് ശത്രുക്കളായിരുന്നു. पहले हम क्रूस के शत्रु थे ദൈവസന്നിധി വരുവാനുള്ള ഒരു അനുവാദവും ഇല്ലായിരുന്നു. और परमेश्वर की उपस्थिति में आने के लिए हमारा कोई भी जो अधिकार नहीं था ദൈവത്തെ ആരാധിക്കാൻ ഒരു അധിക അവകാശവും ഇല്ലായിരുന്നു. और परमेश्वर की आराधना करने के लिए हमें कोई भी जो अधिकार नहीं പക്ഷേ था ആ അവസ്ഥയിൽ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നത് ആ ക്രൂശിലെ മരണമാണ്. लेकिन उस परिस्थिति अवस्था से जो है हमें यहाँ पे लेके आने के लिए जो परमेश्वर को क्रूस का जो मृत्यु है നമ്മളെ ദൈവത്തിന്റെ പ്രിയ മക്കളാക്കി തീർത്തത് ആ ക്രൂശിലെ സ്നേഹമാണ്. और परमेश्वर के प्रेम के द्वारा ही परमेश्वर ने जो अपने प्रिय संतान करके हमें बना दिया നമ്മളെ വിശുദ്ധ ജനമാക്കി മാറ്റിയത് ആ ക്രൂശിലെ സ്നേഹമാണ്. और उस वो क्रूस का प्रेम ही जो है हमें परमेश्वर का जो पवित्र जन जो बनाता ഇന്ന് പകലൊരു തീരുമാനമെടുത്താതെ सुबह के समय दृढ़ निश्चय ले കർത്താവേ നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും ദൂരെ പോകില്ല. कि परमेश्वर मैं तुझे छोड़कर कभी दूर नहीं जाऊंगा നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. और आपके जो इच्छा नहीं होते हुए ऐसा कोई भी कार्य नहीं നിനക്ക് करूंगा ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യത്തില്ല. आपको इच्छा ना होते हुए ऐसा कोई भी कार्य नहीं करूंगा ജീവിത അവസാനത്തോളം നിന്നോട് കൂടെ ജീവിച്ചുകൊള്ളാം. और मेरे अंत तक जो है मैं तेरे साथ बना रहूंगा നീ പോയ വഴിയിൽ തന്നെ ഞാൻ യാത്ര ചെയ്തുകൊള്ളാം. और जिस मार्ग में तू चलता है उसी मार्ग में मैं भी बना रहूंगा അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ ഈ തിരുമേശയിൽ ഭാഗമാകാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ऐसे एक प्रार्थना के साथ जो है परमेश्वर प्रत्येक को जो है उसमें सहभागी होने के लिए मदद करे ആയ പ്രാർത്ഥന പരിശുദ്ധ പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തിരുമേശയിലെ ശുശ്രൂഷകളിലേക്ക് നിങ്ങൾ അടുത്തു വരുന്ന കർത്താവേ. കർത്താവേ വിശുദ്ധിയോടെ ഭാഗമാക്കാവാൻ ദൈവം സഹായിക്കണമേ. കർത്താവേ ആത്മാവിന്റെ ശുശ്രൂഷിപ്പാനുള്ള ദാസനെ ബലപ്പെടുത്തണമേ. കേട്ട വചനത്തെ എന്റെ മുമ്പായി ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഇത് അനുഗ്രഹമായി തീരുന്ന കർത്താവേ കൃപ കൊണ്ടിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.